അങ്ങ് മംഗലാപുരത്ത് പറഞ്ഞ മടിക്കേരിയില്ലേ? മടിക്കേരിന്ന് 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. വണ്ടി എടുത്തില്ലേ? എങ്ങനെയുണ്ട്? റേറ്റ് എങ്ങനെയുണ്ട്? വീഡിയോ കണ്ട് വന്ന് മുതലായോ? ചെലവപ്പഴാ? അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചാ. വെറുതെ എല്ലാവരും ചോദിക്കുന്ന കൂട്ടത്തോട് ചോദിച്ചു പോകുന്നതാണ്. ഒന്നും തോന്നില്ല. അഞ്ചിന്റെ നോമ്പൊക്കെ തുടങ്ങുന്നത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള സ്കീം റമദാൻ ഓഫറാണ്. എല്ലാ കസ്റ്റമർക്കും മാക്സിമം വില കുറച്ച് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം വില കൂടിയെന്ന് കുറെ കമന്റ് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് തിരുത്തി കളയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇല്ലാത്തത് കൊണ്ട് മാക്സിമം വില കുറച്ചിട്ട് തന്നെ കൊടുക്കും. പാളിപ്പോയി. ഈ പ്രാവശ്യം നമുക്ക് നോമ്പിന് എല്ലാ കസ്റ്റമർക്കും മാക്സിമം വണ്ടികൾ നല്ല കളക്ഷൻ ഉണ്ട്. വിത്ത് വാറണ്ടി, 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റന്റ്, മാക്സിമം ലോണ്, നല്ല നല്ല വണ്ടികൾ. എല്ലാ വണ്ടി പോളിഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കും. ആ പരാതി നമ്മൾ ഒഴിവാക്കി കൊടുക്കണേ. ഓക്കെ, ഫോൺ എടുക്കാത്ത പരാതി നമുക്ക് തിരുത്താം. നോക്കാം നമുക്ക്. ആയിക്കോട്ടെ. ഇന്ന് വിളിക്കുന്നവര് രാത്രി ഒരു 9 മണിക്ക് മുന്നേ വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കുന്നവർക്ക് സുഖം ഉണ്ടാവും. രാവിലെ 9 മണിക്ക് മുന്നേ ശേഷം വിളിക്കുകയാണെങ്കിൽ അതെ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞെടുക്കാനും സുഖം ഉണ്ടാവും. ഇനി നമുക്ക് ലാൻഡ് നമ്പർ കൂടി നമുക്ക് ആഡ് ചെയ്യും. ഈ പ്രാവശ്യം ലാൻഡ് നമ്പർ അത് 9 മണിക്കും 9 മണിക്കും ഇടയിലാണ് എടുക്കേണ്ടത്. അതെ അതെ അതെ. ഓക്കെ. ടിയാഗോ 2018 മോഡൽ ടിയാഗോ XT ആണ്. KL58 രജിസ്ട്രേഷൻ ആണ്. XT എന്നുള്ളത് പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇത് നമുക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാം. 3.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. നമുക്ക് 3.5 ലക്ഷം രൂപ മാനുവൽ. ഗിയർ നോബിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ചോദിച്ചത്. അത് അഡീഷണൽ ചെയ്ത വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ്. അപ്പോൾ മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. ഔട്ട് ആയി. XT എന്നുള്ളത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 15 റേഞ്ചിൽ മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടാവും. എയർ ബാഗ്സ് വരുന്നില്ല. ഫുഡ് പോയിന്റ് AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് 3.5 ലക്ഷം രൂപ കൊടുക്കാം. അല്ല, ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ്. ഓക്കെ. 3.5 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോൺ ക്യാഷ് ബാക്ക് 3.5 ലക്ഷം രൂപ ലോൺ ആക്കി കൊടുക്കാം. 25,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അത് പ്രൊഫൈൽ ഡിപ്പെൻഡന്റ് ആണ്. മാക്സിമം സിബിൽ ഉള്ളവർക്കായിരിക്കും ഈ ഒരു. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എടക്കാട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മുന്നേ ഷീറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഷീറ്റ് ഇട്ടതിനെ കൊണ്ട് ചെറുതായിട്ട് പോലീസ് സ്റ്റേഷൻ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കാണുന്ന ബിൽഡിംഗ് വരുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനാണ്. നേരെ പുറകിൽ കാണുന്നത് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് എന്നുള്ള ഓട്ടോബോട്ട് ഡീലർഷിപ്പാണ്. ഇവിടെ നമ്മൾ ഇതിന് മുന്നേയൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ടാവും. അതേപോലെ തന്നെ ഇവിടുന്ന് മേടിക്കുന്ന വണ്ടികൾക്കെല്ലാം തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതേപോലെ മഹീന്ദ്രേൻ്റെ 2 വർഷം വാറണ്ടി, ഇതെല്ലാം തന്നെ ചില വണ്ടികൾക്ക് റേറ്റ് കുറവുണ്ടാവും. എങ്കിൽ തന്നെ മാർക്കറ്റ് റേറ്റിലായിരിക്കും അധികം വണ്ടികൾ നമുക്ക് ലഭ്യമാകുന്നത്. ചില വണ്ടികൾക്ക് നമുക്ക് ക്യാഷ് ബാക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അതിനാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നുകൊണ്ടും അല്ല, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന നേരം പെട്ടെന്ന് തന്നെ ഒരു കാർ എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. 1 ലക്ഷം ആവാത്തതിനെ കൊണ്ട് 2030 ആവുമെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുള്ളൂ. പെട്ടെന്നൊരു കാർ കൊടുത്തിട്ട് പറച്ചിലൊന്നും എനിക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഒരു വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക്. അടുത്ത നമുക്ക് 2019 മോഡലിൽ ടിയാഗോ ഫുൾ ലോൺ 3.25 ലക്ഷം രൂപ. 2019 മോഡൽ മിഡിൽ ഓപ്ഷൻ ആണ്. അതെ. XM ശേഷം വരുന്ന വേരിയന്റ് 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. അന്ന് എയർ ബാഗ് വരുന്നില്ല. അതെ. കിലോമീറ്റർ എത്ര ഓടിയാണ്? കിലോമീറ്റർ 70 ഓടി. 70,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. അതെ അതെ അതെ. ഇതിന് ഏകദേശം ഒരു 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 17 ആണ് കമ്പനി പറയുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അതാണ് 3.25 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതെ. ഓക്കെ. 3.25 ഫുൾ ലോണ്. 19 വണ്ടി XT 3.25 4 രൂപയൊക്കെ ലോണ് ക്യാഷ് ബാക്ക് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട്. 25,000 രൂപയുടെ അടുത്ത് ക്യാഷ് ബാക്ക് പ്രൊഫൈൽ. ഈ പ്രാവശ്യം നമുക്ക് മാക്സിമം വില കുറച്ച് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുക. അതെ. 2015 മോഡൽ സെലേരിയോ VXA മാനുവൽ. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ. 93,000 കിലോമീറ്റർ ഓടിപ്പോയത് കൊണ്ട് 3,15,000 രൂപ കൊടുക്കണം നമ്മള്. 15 മോഡൽ സെലേരിയോ VXA. കമ്പനി ഹിസ്റ്ററി, കറക്റ്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. ബേസിക് ഫീച്ചേഴ്സ് എയർ ബാഗ് 2015 വരുന്നുണ്ടോ? ഇല്ലല്ലോ, വരുന്നില്ല. VXA ഇല്ല. ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സോണിയിലാണെന്ന് തോന്നുന്നുണ്ട്. KL58 രജിസ്ട്രേഷൻ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 93 ഓടി. സിംഗിൾ ഓണർഷിപ്പ്. മഹീന്ദ്രന്റെ വാറണ്ടി ചെയ്യാൻ നോക്കാൻ പറ്റും. നോക്കാം, കൊടുക്കാം. 93 ഓടി. അടുത്ത നമുക്ക് 2019 മോഡൽ പോളോ. ഓക്കെ. 19 അല്ല 18 മോഡൽ പോളോ. 18 പോളോ. ട്രെൻഡ്, കംഫർട്ട്. ട്രെൻഡ്. ഇത് ഇവിടെ മുന്നേ വീഡിയോ ഈ സൈഡിൽ നിർത്തിയിട്ട് വണ്ടിയാണ്. ആ സമയത്ത് നമുക്ക് ഇതിന്റെ ന്യൂ കാർ പോവാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പൈസ കുറച്ച് ഈ പ്രാവശ്യം 4,30,000 രൂപ കൊടുക്കാം. പുതിയ 2018 മോഡൽ ഫുൾ ഓൺ വണ്ടി. ട്രെൻഡ് ലൈന് പോളി റേറ്റ് ആട്ടോ. 1.2 ലിറ്റർ ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. ഇത് പെട്രോൾ ആണോ ഡീസൽ? പെട്രോൾ. 77,000 കിലോമീറ്റർ. 1 ലിറ്റർ ആണോ 1.2 ആണോ? 1.2 റേഞ്ചിൽ താഴെയായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും.
ജസ്റ്റ് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ റേറ്റിൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടി വണ്ടിയാണ്. അതെ. അടുത്ത 2000 പോളോന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. അടുത്തത് ഓൾട്ടോ കേട്ടൻ 19 മോഡൽ ഓൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് 10,000 കിലോമീറ്റർ ഓടിക്കണം. VXI ഓൾട്ടോ കേട്ടൻ AMT ആണ് ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവുക. K സീരീസ് എഞ്ചിനിൽ AMT. ഫീച്ചർ സൈഡിൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പോർഷൻ, 19 എയർ ബാഗ് വരുന്നുണ്ടാവുമല്ലോ. ഡ്രൈവർ സൈഡിൽ എയർ ബാഗ് വരുന്നുണ്ട്. ഇന്റീരിയറിൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓട്ടോ കേട്ടനിൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് മാത്രമേ വരുള്ളൂ. ബാക്കിൽ VXI പോലും വരുന്നില്ല. ഇത് VXI ആണോ VXI ഓപ്ഷൻ ആണോ? VXI ഉള്ളൂ, ഓപ്ഷൻ ഇല്ല. K സീരീസ് എഞ്ചിനിൽ 15 റേഞ്ചിൽ മൈലേജ് കിട്ടേണ്ടതാണ്. പക്ഷേ AMT ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് വരുന്നതിനെ കൊണ്ട് ഏകദേശം 13 റേഞ്ചിൽ നമുക്ക് ഡീസന്റ് ആയിട്ട് മൈലേജ് കിട്ടുന്നതാണ്. കിലോമീറ്റർ ആകെ 10,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 4,25,000 രൂപ കൊടുക്കാം. റേറ്റ് ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്, പക്ഷേ കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. 10,000 കിലോമീറ്റർ വാറണ്ടി ഉള്ള വണ്ടി. സാധാരണ 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയല്ല നമ്മള്. ഈ പ്രാവശ്യം ഓട്ടോമാറ്റിക്കിലും ഓട്ടോമോബൈലിലും ഒരുപാട് കളക്ഷൻ ഉണ്ട്. ആരും ഇനി ഓട്ടോമാറ്റിക് അന്വേഷിച്ച് പോകണ്ട, എല്ലാ വണ്ടിയുണ്ട് ഇവിടെ. 17 മോഡൽ ഇഗ്നീസ് ആണ്. ഡെൽറ്റ സിഗ്മ. ഇത് ഡെൽറ്റ എന്നുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. 52,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഡെൽറ്റ. 2 എയർ ബാഗ് വരുന്നുണ്ടും 4,000 രൂപ കൊടുക്കാം. 4,000 രൂപ. 4,000 രൂപയ്ക്ക് 2017 മോഡൽ ഡെൽറ്റ. കിലോമീറ്റർ കിലോ 52,000. ഓക്കെ. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ. വാറന്റി 2017 മോഡൽ എന്തായാലും കിട്ടുന്നുണ്ടോ? അതെ, നോക്കാം നമുക്ക്. അത് നമുക്ക് 2021 മോഡൽ കിഡ് ആണ്. 21 കിഡ്. അതെ. 21 ന്യൂ ഷേപ്പ് ആണോ വരുന്നത്? ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഫേസ് ലിഫ്റ്റ് വണ്ടി. ഫേസ് ലിഫ്റ്റഡ് ആണ്. ഓക്കെ. LED DRലൊക്കെ വരുന്ന വണ്ടിയാണ്. 2 എയർ ബാഗ് വരുന്നുണ്ടോ? അനസ്കത് RXT എന്നുള്ള വേരിയന്റ് അല്ലേ? അതായത് ഫുൾ ഓപ്ഷൻ ആണ്. 800 cc ആണ് 1000 cc ആണ്? 800 cc ആണ്. 800 cc വണ്ടി എന്ന് പറയുന്നത് ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? അതെ. KL 50 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിക്കാണ് അനസ്ക? കിലോമീറ്റർ 45,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് 3,70,000 രൂപ കൊടുക്കാം. 370 2021 മോഡൽ കിഡ് RST ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. 2021 മോഡൽ CVT ഗ്ലാൻസ. CVT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ്. അതെ. ഗിയർ ബോക്സ് CVT. സാധാരണ AMT ആണ് വരാറുള്ളത്. ഗ്ലാൻസിൽ AMT അല്ല, ഫുള്ള് CVT തന്നെയാണോ അല്ലെങ്കിൽ AMT ആണോ വരുന്നത്? CVT അല്ലേ? ഫുള്ള് CVT തന്നെ അല്ലേ? അതെ. ബലേനയിലല്ല മാറ്റം വരുന്നത്, 17 മാത്രം. അനസ്കത് വേരിയന്റ് ഏതാ? G ആണോ? വേരിയന്റ് G ആണ്. G എന്നുള്ളത് ബേസ് ആണെങ്കിൽ കൂടെ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടോ, ബാക്ക് വൈപ്പർ, AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെ ഒരു ഇതെല്ലാ ഫീച്ചേഴ്സും ബലേനയിലേക്ക് വരുന്നേരം കിട്ടുന്നുണ്ടോ. ഗ്ലാൻസിലേക്ക് വരുന്ന കിട്ടുന്നുണ്ടോ. ഒരേ വണ്ടി തന്നെ ഒരമ്മ പെറ്റ 2 മക്കൾ എന്നുള്ള പോലെ. അതെ. 8,15 ലക്ഷം രൂപ കൊടുക്കാം. 8,15 ലക്ഷം രൂപയാണ്. 2021 മോഡൽ വണ്ടി. 21 മോഡൽ വണ്ടിയാണ്. വാറന്റി എന്തായാലും കിട്ടുന്നുണ്ടോ? കിട്ടും. കമ്പനി വാറന്റി നിലവിൽ ഉണ്ടാവുന്നതാണ്. 9 മാസം 2024 9 മാസം വരെ കമ്പനി വാറന്റി ഉണ്ടാവുന്നതാണ്. അനസ്ക പുതിയ വണ്ടിക്ക് ഏകദേശം 10,500 11 റേഞ്ചിലാണ് റേറ്റ്. അതിൽ മേളിലുണ്ടല്ലോ അല്ലേ? എനിക്കറിയില്ല. എന്റെ ഏകദേശം എനിക്കും 11 എന്റെ മനസ്സിലുള്ള. ഈ ഒരു ഷേപ്പിൽ ബലേനും ഗ്ലാൻസൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടെ നമുക്ക് ഏകദേശം 13 മുകളിൽ ബേസിക് ആയിട്ട് മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഹോണ്ടയുടെ ബ്രയോ ആണ് അടുത്തത്. 2013 മോഡലാണ്. 13 മോഡൽ 1.2 ലിറ്റർ ഹോണ്ടയുടെ എഞ്ചിനാണ്. 2,85,000 രൂപ കൊടുക്കാം നമുക്ക്. 74,000 കിലോമീറ്റർ ഓടി. 74,000 കിലോമീറ്റർ. വേരിയന്റ് S ആണോ V ആണോ? S ആണോ? എസിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എയർ ബാഗ്സ് ഇല്ല. യെസ്. AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയും ഫീച്ചർ വരുന്നുണ്ടോ. 13 റേഞ്ചിൽ ബേസിക് ആയിട്ട് മൈലേജ് കിട്ടുന്നുണ്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ടയർസ് അത്യാവശ്യം കാണുന്നുണ്ട്. നല്ല ടയർ. 285. 2013 മോഡൽ ബയോന്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ സെക്കൻഡ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി ഉണ്ട്. നല്ല വണ്ടിയാണ്. ലോൺ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ 270 കൊടുത്തേക്കാം നമുക്ക്. 275 ലോണും കിട്ടും. 275 കൊടുത്തേക്കാം ലോൺ നമുക്ക് 2.5 കൊടുക്കാം. നോക്കാം നമുക്ക്. ഓക്കെ. അടുത്തത് ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് VXI. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. 5,85,000 രൂപ കൊടുക്കാം ഫുൾ ഓൺ. 19 മോഡൽ സ്വിഫ്റ്റ് VXI. മാരുതിയുടെ വണ്ടി അതിനെ കൊണ്ടാണ് വലിയൊരു വില വ്യത്യാസം കാണാത്തല്ലേ? അതെ. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ്. അനസ്ക റേറ്റ് എത്രയായിരുന്നു?
ഇത് 5,85,000. 585 മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്തത് നല്ല വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, അടുത്ത സ്വിഫ്റ്റ് 2018. അടുത്ത 2018 മുതൽ വെറും 9,000 കിലോമീറ്റർ ഓടിയേക്കണ സാൻഡ്രോ. 9,000 കിലോമീറ്റർ ഓടിയേക്കണ 2000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. വേരിയന്റ് ഏതാ വരുന്നത്? മാഗ്ന. ഓക്കെ, മാഗ്ന 18 മാഗ്ന സാധാരണ നമ്മൾ ഒരു 3.25 റേഞ്ചിൽ കാണാറുണ്ട്. പക്ഷേ കിലോമീറ്റർ 50, 60, 40 ഇല്ല, ഇത് വെറും 3,95,000 റമദാൻ ഓഫറായിട്ട് നമ്മൾ 9,000 കിലോമീറ്റർ ഓടിക്കുന്ന ഹൈ ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് മാക്സിമം ലോൺ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വരുന്നുണ്ടോ? അതുപോലെ തന്നെ AC പോർഷൻ ഫോർഡ് ഓറിയന്റേഴ്സ് ആയിരിക്കും മാഗ്നയിലേക്ക് വരുന്നേരം. കിലോമീറ്റർ 9,000 ഓടിയതിനെ കൊണ്ട് തന്നെ ടയർസ് അത്യാവശ്യം കാണുന്നുണ്ട്. ഇത് നമുക്ക് 2023 മോഡൽ എക്സ്പ്രസോ 1,500 കിലോമീറ്റർ. സാൻഡ്രോന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3,95,000 കൊടുക്കാം നമുക്ക്. ലോൺ ഫുൾ ലോൺ. ഓക്കെ. എക്സ്പ്രസോ 2023 മോഡൽ എക്സ്പ്രസോ ഓട്ടോമാറ്റിക് 1,500 കിലോമീറ്റർ. ലോ കിലോമീറ്റർ പറഞ്ഞാൽ പക്കാ ലോ കിലോമീറ്റർ അല്ലേ? സീക്കർ പറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പുതിയ വണ്ടീന്റെ മണം നല്ലപോലെ കിട്ടുന്നുണ്ട്. 2 എയർ ബാഗിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ LHI ആണെങ്കിലും എക്സ്റ്റൻഡ് വാറണ്ടി B2B ഇൻഷുറൻസ് എല്ലാ സാധനങ്ങളുള്ള 5,45,000 നമുക്ക് കൊടുക്കാം. ഇത് VXI അല്ലേ? VXI പ്ലസ് വരുന്നില്ലല്ലോ? VXI പ്ലസ് വരുന്നുണ്ട്, പക്ഷെ ഫോഗ് ലാമ്പ് കാണുന്നില്ല. അല്ല, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഇതിന്റെ അകത്ത് ബാക്കിൽ എന്തായാലും ആൻഡ്രോയിഡ് സിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളെല്ലാം വരുന്നുണ്ട്. 5,45,000 കൊടുക്കാം. 5,45,000 ഓട്ടോമാറ്റിക് ആണ്. 23 മോഡൽ ഓട്ടോമാറ്റിക്. 2023 മോഡല് ഓട്ടോമാറ്റിക് VXI. 21 മാനുവൽ വണ്ടിന് 4.5 റേഞ്ചിൽ കാണാറുണ്ട്. ലക്ഷം കൂടെ കൂട്ടുമ്പോഴേക്കും ഒരു 1,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. ഇത് 2000 കൊടുത്തിട്ടുണ്ടാവും അറിയോ? അയാൾക്ക് ഓട്ടോമാറ്റിക് വേണ്ട, മാനുവൽ മതി. നേരെ തിരിച്ച് പൈസ ഉള്ളവർക്ക് എന്തും ആവാലോ. ഒറ്റയടിക്ക് വണ്ടി പറ്റും. അടുത്ത 2016 മോഡൽ വെറും 40,000 കിലോമീറ്റർ ഓടിക്കുന്ന ഡെൽറ്റ ബെലേന. ഡെൽറ്റ അല്ല, സീറ്റയാണ്. സോറി, വീൽസ് വരുന്നുണ്ട്. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. ജസ്റ്റ് ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 40,000 കിലോമീറ്റർ ഓടി 4 പുത്തൻ ടയർ ക്ലീൻ വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവും. ആപ്പിലേക്ക് വരുന്ന ഫോഗർ, അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സ്, ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. ഏകദേശം 18-20 റേഞ്ചിൽ ഡീസന്റ്. 5,85,000 കൊടുക്കാം നമുക്ക്. 5,85,000 ഹൈ ക്വാളിറ്റി വണ്ടി. 40,000 കിലോമീറ്റർ ഓടി 2 ഇയേഴ്സ് അതെ കൊടുക്കാം നമുക്ക്. വാറന്റിന്റെ കാര്യം പറയുന്ന നേരം മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ട് ജസ്റ്റ് എപ്പോഴും വരാത്ത ക്ലച്ച് ബ്രേക്ക്, ഏതൊക്കെ വണ്ടിക്ക് കിട്ടും ഏതൊക്കെ വണ്ടിക്ക് കിട്ടില്ല, എത്ര പൈസ വരും എന്നുള്ളതൊക്കെ എക്സിക്യൂട്ടീവിന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവായി പോകുന്നത്. എന്തിനൊക്കെ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച് ബ്രേക്ക് ടയർ ഒഴികെ ബാക്കി തേയ്മാനം വരാത്ത എല്ലാ പാർട്സിനും കിട്ടും. മെയിൻ ആയിട്ട് ടയർ വരാത്ത എല്ലാ പാർട്സിനും കിട്ടുന്നുണ്ടാവും. അടുത്തത് ബെലേനോന്റെ ബെലേനോല്ല ഗ്ലാൻസ് ആണ്. 2022 മോഡൽ മാനുവൽ ഗ്ലാൻസാ. 22 മോഡൽ രജിസ്ട്രേഷൻ. അതെ. വേരിയന്റ് ഏതാ? ജി ആണോ? അത് ജി ഗ്ലാൻസ. ഇന്റീരിയർ മാറ്റി ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ്, ഫോർഡ് പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ OE alloy വീൽസ് ടൊയോട്ടൻ്റെത്. ഇത്രയൊക്കെയായിരിക്കും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്ക് സെൻസേഴ്സും ജിയിൽ വരുന്നതായിട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അനസ്ക കിലോമീറ്റർ എത്രയുണ്ട്? ഇത് 55,000. 5 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിന്റെ റീപ്ലേസ്മെന്റ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ്. അതെ. റേറ്റ് എത്രയാണ് വരുന്നത്? അത് 7,60,000 കൊടുക്കാം. 7,60,000. 22 മോഡൽ ഗ്ലാൻസ്. 2022 ഗ്ലാൻസ്. അപ്പൊ പുതിയ വണ്ടിയായിട്ട് റേറ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റേറ്റ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുവറാക്കാം. കാരണം കമ്പനി വാറന്റിന്റെ പുറമെ തന്നെ മൈദ്രയുടെ വാറന്റിയും കിട്ടുന്നുണ്ട്. മൈക്രയാണ്. 2016 മോഡൽ ഓട്ടോമാറ്റിക് മൈക്ര. ഈ പ്രാവശ്യം നമുക്ക് ഓട്ടോമാറ്റിക് ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാ ട്രാൻസ്മിഷൻ വരുന്നത്. അതെ. HV ആണോ? അത് HV ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ സെൻസേഴ്സ് വരുന്നുണ്ടാവും. 1.2 ലിറ്റർ റേഞ്ചിൽ ഏകദേശം 11-13 റേഞ്ചിലൊക്കെ ആയിട്ട് ഡീസൻ്റ് ആയിട്ട് CVT നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, ഇത്രയൊക്കെയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓട്ടോ ക്ലൈമറ്റ് AC ഉൾപ്പെടെ ആയിരിക്കും വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അനസ്ക, CVT 2016 മൈക്ര. റേറ്റ് എത്ര വരുന്നത്? ഇത് 4,45,000 കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 40,000. കമ്പനി വാറന്റി കിട്ടും. കമ്പനി വാറന്റി ഐ മീൻ മഹീന്ദ്ര വാറന്റി കിട്ടും. ലോണ് 2016 CVT ഒരു 4 ലക്ഷം വരെ ലോൺ ആക്കി കൊടുക്കാം. OE alloy wheels അടക്കം വരുന്ന നിസാന്റെ മൈക്രയാണ്. അതെ. ഇവിടെ കിടക്കുന്ന ഇപ്പൊ എല്ലാ വണ്ടി മുഷിഞ്ഞ് കിടക്കുന്നതാണ്. പക്ഷെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് മോള് ഷീറ്റ് ഇന്ന് പണി കഴിഞ്ഞു. ഇനി നമുക്ക് പോളിഷിംഗ് എല്ലാ കസ്റ്റമർക്കും ഓർത്തിന്റെ പോളിഷ് നമ്മൾ ഫ്രീ ആണ്. വാഷിംഗ്, പോളിഷിംഗ്, ഇന്റീരിയർ ക്ലീനിങ് നമ്മൾ എല്ലാ വണ്ടികൾക്കും ഫ്രീ ആണ്. ഇനി മുതൽ അങ്ങോട്ടേക്കുള്ള ദിവസം. അടുത്ത ഇഗ്നിസ് 2017 മോഡൽ ഇഗ്നിസ് 4,20,000 കൊടുക്കാം. 82,000 കിലോമീറ്റർ ഓടിപ്പോയത് കൊണ്ടുള്ള കുറ്റം കൊണ്ട് ഫുൾ ഓൺ.
രണ്ടായിരത്തി പതിനേഴ് ഇഗ്നിസ് ഡെൽറ്റ എന്നുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. ഫീച്ചർ സൈഡിൽ AC പോർഷനും ബോർഡർ പവർ വിൻഡോസ് ഡ്യുവൽ എയർ ബാഗ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്ലഡ് ഒന്നുമില്ല. പക്ക കമ്പനി ഹിസ്റ്ററി. കിലോമീറ്റർ ഓടിപ്പോയതുകൊണ്ട് വില കുറച്ച് കൊടുക്കണം. 4,20,000 രൂപ ഫുൾ ഓൺ. ഓക്കെ. സോണിന്റെ ചെറിയൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ, ബാക്ക് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. KL24 രജിസ്ട്രേഷൻ ആണ്. ഇത് എടുക്കുന്ന ആൾക്ക് ശരിക്കും ഇത് മുതലാണോ? ലാഭമല്ലേ? മഹീന്ദ്രയുടെ വാറന്റി അടക്കം വരുന്ന ഒരു ലാഭമാണ്. അതെ. ഓക്കെ. അടുത്ത നമുക്ക് 2015 മോഡൽ സെലേരിയോ VX മാനുവൽ. 2021 മോഡൽ ടിയാഗോ XZ. 21 മോഡൽ ടിയാഗോ BS6 ഫേസ് ലിഫ്റ്റ് വരുന്നതാണ്. XZ എന്നുള്ളത് ഫുൾ ഓപ്ഷൻ തൊട്ട് ആണ് വരുന്ന വേരിയന്റ് ആണെങ്കിൽ കൂടെ നമുക്ക് OE വീൽസ് വരുന്നുണ്ടാവും. ലോക്കായി പോയി. ചില വണ്ടി ലോക്കായി പോയതാണ്. 5,35,000 രൂപയ്ക്ക് 21 മോഡൽ ടിയാഗോ XZ 21. കമ്പനി വാറന്റി കഴിഞ്ഞിട്ടുണ്ട്. എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇല്ലെങ്കിലും മഹീന്ദ്രയുടെ വാറന്റി കൊടുക്കാം നമുക്ക്. പറ്റുന്നുണ്ടാവും. ഓക്കെ. അതേപോലെ പെട്രോൾ ആണ്. ടോപ്പ് XZ. അല്ല XZ പ്ലസിനല്ലേ ഫുൾ ഓപ്ഷൻ? XZ പ്ലസ് തന്നെ. പ്ലസ് ആണ്. സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്നത്. ക്ലൈമറ്റ് കൺട്രോൾ മ്യൂസിക് സിസ്റ്റം ആയിരിക്കും. അതെ. വരുന്നുണ്ടാവുക. ഫുൾ ഓൺ 5,30,000 പെട്രോൾ. 1.2 ലിറ്റർ എഞ്ചിൻ, ഏകദേശം 15 റേഞ്ചിൽ ഡീസന്റ് മൈലേജ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ല. ഓക്കെ. അടുത്ത ഗ്രാൻഡ് ഐറ്റൻ 17 മോഡൽ സ്പോർട്സ് ഗ്രാൻഡ് ഐറ്റൻ. 2017 സ്പോർട്സ് ഗ്രാൻഡ് ഐറ്റൻ. കിലോമീറ്റർ സ്പോർട്സ് അല്ല, ആസ്റ്റ ആണ്. ആസ്റ്റ എന്നുള്ളത് അല്ല, സ്പോർട്സ് ഓട്ടോമാറ്റിക്. സോറി, 2 വണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാറിപ്പോയതാ. സാരമില്ല. സ്പോർട്സില് നമുക്ക് 80 അല്ല ഇതിൽ ഗിയർ ബോക്സ്. 80 ആണോ AMT ആണോ? AMT ആണ് വരുന്നത്. ഗ്രാൻഡ് സ്പോർട്സിൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് 2014 ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ എൻട്രി വരുന്നത് സ്റ്റാർട്ട് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC പോർഷൻ, 4 പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ തന്നെ. AMTയിലേക്ക് വരുന്നവർ ഏകദേശം 11 മുകളിലായിട്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ. KL35 രജിസ്ട്രേഷൻ ആണ്. 495 കൊടുക്കാം നമുക്ക്. 495 2017 കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 33,000. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. 3.25 ലക്ഷം രൂപ കൊടുക്കാം. 2017 വാഗണർ എഞ്ചിൻ. 3.25 ലക്ഷം രൂപ. 3.25 ലക്ഷം രൂപ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് അനസ്ക? 70,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. മേജർ ആയിട്ടൊന്നും ഇല്ലല്ലോ. ബോണറ്റ് റീപ്ലേസ് ഇല്ലല്ലോ. നല്ല വണ്ടിയാ. ഓക്കെ. ബാക്ക് സ്പോയിലേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് വൈപ്പറും ഡിഫോഗറും വരുന്നുണ്ടോ. ബാക്ക് സെൻസേഴ്സും കൂടെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ. കിലോമീറ്റർ 70,000 പറഞ്ഞു. അതെ. 3.25 ലക്ഷം രൂപ VSI ഓട്ടോമാറ്റിക്കിന്. ഇത് ഹോണ്ട ഹാമേസ് ആണ്. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? 2017 മോഡൽ ഹോണ്ട ഹാമേസ്. 2017 മോഡൽ ഡീസൽ ആണ്. ID ടെക് എന്നുള്ള എഞ്ചിൻ എന്നുള്ള ട്രാൻസ്മിഷൻ ആണ്. മാനുവൽ S എന്നുള്ള വേരിയന്റ്. ഫീച്ചർ സൈഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. 2017 എയർ ബാഗ് വരുന്നില്ല S-ല്. പക്ഷേ 4 പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഏകദേശം 20ന്റെ പുറത്ത് എങ്ങനെയായാലും നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടാണ്. കിലോമീറ്റർ 70,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 5,35,000 രൂപ കൊടുക്കാം. 5.35 2017 അമേസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫേസ് ലിഫ്റ്റ് 2017 വരുന്ന ഷേപ്പിലാണുള്ളത്. നല്ല വണ്ടി അല്ലേ? നല്ല വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക്. ഫുൾ ഓൺ. അതേപോലെ തന്നെ കമ്പനി മഹീന്ദ്രയുടെ വാറന്റിയും കൊടുക്കാം. ഓക്കെ. അടുത്ത നമുക്ക് 19,000 കിലോമീറ്റർ കൊടുക്കുന്ന 2018 മോഡൽ ക്രെറ്റ. 19,000 കിലോമീറ്റർ ക്രെറ്റ. വേരിയന്റ് ഏതാ? ES ഏതാ ഇത്? ക്രെറ്റ. ഇത് E+. E+ എന്നുള്ളത് എന്നുള്ളതിന്റെ 1.6 ആണ്. 1.6 വെറും 18,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. വണ്ടി നിലവിൽ ലോക്കേനെ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഫീച്ചർ സൈഡിൽ എയർ ബാഗ്സ് ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ക്രെറ്റ നോക്കുന്ന പെട്രോൾ ഓണേഴ്സിന് നോക്കുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. SUV വണ്ടിയാണ്. 1.6 അതിനെ കൊണ്ട് ഏകദേശം ഒരു 13 റേഞ്ചിൽ നമുക്ക് ഡീസന്റ് ആയിട്ട് മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അനസ്ക കിലോമീറ്റർ ആകെ 19,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 8,40,000. ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി. തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. അത്യാവശ്യം ഡിമാൻഡും മാർക്കറ്റും ഉള്ള ഷേപ്പാണ് ഈ ഒരു ഷേപ്പ്. റേറ്റ് എത്ര വരുന്നത്? 8,40,000 രൂപയ്ക്ക്. 8,40,000. 18,000 കിലോമീറ്റർ ഓടിക്കണം. 18 മോഡൽ. നല്ല വണ്ടി. മാക്സിമം ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മോഡൽ അല്ലാത്ത ഫുൾ ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. മാക്സിമം ലോൺ ആക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ഉള്ള നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇവരെ വിളിച്ചിട്ട് കിട്ടാറില്ലെന്ന് ചില പേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിലും കൂടെ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈസ് എല്ലാം തന്നെ കിട്ടേണ്ടതാണ്. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.